അല്ല, ഉണ്ടാക്കലല്ല ലക്ഷ്യം. ആ പള്ളിയുടെ പരിപാലനം എന്നും നമ്മുടെ മക്കൾ ഉണ്ടാക്കണം. പള്ളിയോടുള്ള കടപ്പാട് അതൊരു സാധാരണ കടപ്പാട് അല്ല. സുന്ദരമായ ഒരു പള്ളി, അബ്ദുറഹീം ഹാജി എന്ന് പറയുന്ന ഒരു മാന്യ വ്യക്തി, അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണല്ലോ ഇത്. നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ഇവിടെ ഒരു പള്ളി നിർമ്മിച്ചപ്പോൾ ആ പള്ളിയുടെ ഉത്തരവാദിത്വം എന്നും ഞാൻ നിറവേറ്റേണ്ടവരാണ്. ഇവിടെ കൃത്യമായി ജമാഅത്ത് നടക്കണം, ങ്ങളെല്ലാം ഇവിടെ നടക്കണം. ഈ ബിൽഡിംഗ് നമ്മളുടെ ബിൽഡിംഗ് അല്ല. ഈ നാട്ടിലെ ഒരാളും എന്റെ സ്ഥലമാണ്, എന്റെ ബിൽഡിംഗാണ്, എന്റെ കുഴിയാണ്, എന്റെ ജെല്ലിയാണ്, എന്റെ കമ്പിയാണെന്ന് പറഞ്ഞിട്ട് ഇനി ആർക്കും ഇവിടെ വരാൻ അധികാരം ഇല്ല. കാരണം ഇത് അള്ളാഹുവിന്റെ വീടായി വഖഫ് ചെയ്ത് കഴിഞ്ഞു. ഇത് അള്ളാഹുവിന്റെ വീട്. ആ വഖഫ് ചെയ്യലോടുകൂടെ ഈ കാണുന്ന ബിൽഡിംഗിന്റെ പവർ കൂടിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നേരത്തെ സുൽത്താനിൽ വന്ന് വഖഫ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ അകത്ത് ആരെങ്കിലും കയറിയിരുന്നത് കൊണ്ട് ഒരു ഫലം കിട്ടുമായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ അതിനകത്ത് കയറി നബീത്തുൽ ഇഅ്തികാഫ് ഫീ ഹാദൽ മസ്ജിദില്ലാഹി തആല എന്ന നിയ്യത്ത് വെച്ചിരുന്നാൽ ഇഅ്തികാഫിന്റെ കൂലിയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ കാണുന്ന ബിൽഡിംഗ് നേരത്തെ ഉള്ളതുപോലെയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അതിന്റെ മഹത്വം കൂടിയിരിക്കുകയാണ്. ഒരാൾക്കും ആ പള്ളിയെ മലീമസമാക്കാൻ പറ്റൂല. നിങ്ങൾ കണ്ടില്ലേ, ഒരാള് അദ്ദേഹത്തിന്റെ മൂക്കിന്റെ അകത്തേക്ക് കൈകടത്തി, മൂക്കിന്റെ അകത്തുള്ള കച്ചര അതെന്റെ വിരലെടുത്തുകൊണ്ട് ഇതെന്തൊരു പള്ളിയാണോ എന്ന് പറഞ്ഞ് ഒരു തരം താഴ്ത്തുന്ന രൂപത്തില് പള്ളിന്റെ മതിലേക്ക് അവന്റെ മൂക്കിലുള്ള കച്ചരെടുത്ത് വരക്കലങ്ങ് വരക്കുകയാണ്. ഇതെന്ത് പള്ളിയാ? അള്ളാഹു ബഹുമാനിച്ച പള്ളിയെ തരം താഴ്ത്തിയതുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു പോകാൻ പോലും കാരണമായി തീരുന്നതാണ്, ഹറാമാണെന്ന് മാത്രമല്ല. ഒന്നും കൂടി പറയട്ടെ, നേരത്തെ ഈ ബിൽഡിംഗ് നടക്കുമ്പോൾ പലവരും അകത്ത് കാർക്കിച്ച് തുപ്പിയിട്ടുണ്ടാകാം. ഇന്ന് ആ പള്ളിന്റെ അകത്ത് ഒരാൾക്ക് കാർക്കിച്ച് തുപ്പാൻ അധികാരം ഇല്ല. ഒരാൾ എന്ത് പള്ളിയാണെന്ന് പറഞ്ഞ് അവൻ കാർക്കിച്ച പള്ളിന്റെ മൂലയ്ക്ക് എവിടെയെങ്കിലും തുപ്പിയാൽ ഇതെന്ത് പള്ളിയടാ എന്ന് പറഞ്ഞ് കാർക്കിച്ച് തുപ്പിയാൽ അള്ളാഹു ബഹുമാനിച്ച ഒരു സ്ഥലത്തിന് തരം താഴ്ത്തലാ, അത് ഇസ്ലാമിന് പുറത്തു പോകുന്ന സംഗതിയാ. ഇപ്പോൾ ആ ബിൽഡിംഗിന്റെ പവർ സാധാരണ പവറല്ല. നേരത്തെ 3:30 മണിക്കുണ്ടായ ബിൽഡിംഗ് അല്ല ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇമാമിങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, അള്ളാഹുവിന്റെ പള്ളി, ആ പള്ളി ഭൂമി ലോകത്ത് വരുമ്പോൾ നമുക്കറിയാം, നല്ല അന്തരീക്ഷമുള്ള നല്ല കാലാവസ്ഥയുള്ള സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് മേൽപോട്ട് നോക്കുമ്പോ വാനവലോകത്തിലൂടെ നല്ല കത്തിപ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെ കാണാം. എന്നാൽ ആകാശലോകത്ത് ഭൂമി ലോകത്ത് ജീവിക്കുന്നവർക്ക് ആകാശലോകത്ത് നക്ഷത്രം കാണുന്നത് പോലെ ഈ ഭൂമി ലോകത്തൊരു പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ ഭൂമി ലോകത്തുള്ള പള്ളികളെല്ലാം ആകാശലോകത്തുള്ള മലായിക്കത്തുകൾക്ക് നക്ഷത്രമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ നോക്കൂ, ആ നക്ഷത്രങ്ങളുടെ കൂട്ടത്തില് ഇന്ന് ഗോളശാസ്ത്രം അറിയുന്നവർ, സയൻസ് അറിയുന്നവർ ഒരു പുതിയ നക്ഷത്രം കണ്ടാൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് പറയുന്നത്. എന്നാൽ ഇന്ന് വാനവലോകത്ത് നിന്ന് മലായിക്കത്തുകൾ ഭൂമി ലോകത്തേക്ക് നോക്കുമ്പോൾ വെളിഞ്ചയിൽ ഒരു പുതിയ നക്ഷത്രം കാണാൻ വേണ്ടി പോവാ. ഒരു പുതിയ നക്ഷത്രം വെളിഞ്ചയിൽ കാണാൻ വേണ്ടി പോവാ. ആ നക്ഷത്രം അല്ലാഹുവിന്റെ പള്ളിയ. ആ പള്ളികൾ ഉണ്ടാക്കിയവർക്ക് വേണ്ടി ആ പുതിയ നക്ഷത്രം കാണുമ്പോൾ അല്ലാഹുവിന്റെ മലായികത്തുകൾ ദുആ ചെയ്യുന്നു എന്ന് ഇമാമികൾ അവരെ കിതാബിൽ എഴുതി വെച്ചതായി കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകയാൽ ഈ കാണുന്ന പള്ളി മലായികത്തുകളെ ദുആ പോലും ഇന്ന് കിട്ടാൻ കാരണമായി തീരുന്ന ഒരു വലിയൊരു പള്ളിയാണ് ഇവിടെ ശൈഖുന ഉദ്ഘാടനം ചെയ്തത്. അല്ലാഹു നമ്മുടെ നേതാക്കന്മാർക്ക് ആഫിയത്ത് കൂട്ടിക്കൊടുക്കും ാകട്ടെ. അല്ലാഹു നമ്മുടെ നേതാക്കന്മാർക്ക് സന്തോഷം നൽകുമാറാകട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമ അല്ലാഹുവേ ആയിരായുസ് നൽകണം റഹ്മാനെ. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലാ യതകല്ലമുൽ ആലിമു ഫീ മഖാമിൽ ഇൽമി ഇല്ലാ അയ്യുബ്തലാ ബി അർബഇൻ. ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ അതേ പണ്ഡിതന്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇവിടെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സംസാരിക്കുമ്പോൾ ആ പണ്ഡിതനിക്ക് 4 പരീക്ഷണങ്ങൾ അല്ലാഹു നൽകുകയാണ്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചത് കാണാം.
അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സംസാരിക്കുന്ന യഥാർത്ഥ പണ്ഡിതന്മാർക്ക് അള്ളാഹു 4 പരീക്ഷണങ്ങൾ നൽകും. എന്താണ് പരീക്ഷണങ്ങൾ? ഒന്ന് ശമാതത്തുൽ അഅദാ, ഏത് സമയത്തും ശത്രുക്കള്, ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശത്രുക്കള് ആ പണ്ഡിതന്മാർക്കുണ്ടാകുമെന്ന് ഇമാം ഷാറാനി തങ്ങൾ പറയാൻ. രണ്ടാമതായി മഹാനവർകൾ പറയുന്നു മുലാസമത്തുൽ അസ്തിഖാ എന്നാ പറയുന്നത്. ഏത് സമയത്തും കൂടെ ചങ്ങാതിമാര് പ്രശ്നങ്ങൾ പറയാനും അത് കേൾക്കാനും, സങ്കടങ്ങൾ പറയാനും അത് കേൾക്കാനും, അതേ ആ നേതാവിന് 1 മിനിറ്റ് പോലും സമയമില്ലാതെ ജനങ്ങൾക്ക് പരിഹാരം കാണലാണ്, പ്രശ്നത്തിന് മറുപടി പറയലാണ്, പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കലാണ്. ഈ നിലയ്ക്ക് ഏത് സമയത്തും ചങ്ങാതിമാര് കൂടെ തന്നെയാ. നിങ്ങൾക്കറിയുമോ, ഒരാളെ കൂടെ ചങ്ങാതിമാരിങ്ങനെ ഏത് സമയത്തും അവരെ ലാസിമാക്കുമ്പോൾ അതെങ്ങനെ പണ്ഡിതന്മാർക്ക് പരീക്ഷണമാകും? ഇമാമികൾ പറയാണ് അത് പരീക്ഷണമാകുന്നത് ആ നേതാവിനിക്ക് ഖുർആൻ ഓതാൻ സമയമില്ല, നേതാവിനിക്ക് തസ്ബീഹ് ചൊല്ലാൻ സമയമില്ല, നേതാവിനിക്ക് വേറെ അമലുകൾ ചെയ്യാൻ സമയമില്ല. കാരണം ഏത് സമയത്തും പിന്നാലെ അണികളെയാൽ ഇങ്ങനെ വലിയ അണികളെ അല്ലാഹു തആല അദ്ദേഹത്തിനിക്ക് നൽകുമെന്ന് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. മൂന്നാമതായി മഹാന്മാര് പറയുന്നു അതുപോലെ തന്നെ മൂന്നാമത്തെ പരീക്ഷണം ഏത് സമയത്തും ശത്രുക്കളാ. നേരത്തെ ചീത്ത പറയുന്നവരെന്ന് പറഞ്ഞു, മൂന്നാമതായി പറയുന്നു ശത്രുക്കൾ കൂടി വരുന്നു. അതുപോലെ നാലാമതായി ഇമാമികൾ രേഖപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ ദീന് പറയുന്ന പണ്ഡിതന്മാർക്ക് ഏത് സമയത്തും ചങ്ങാതിമാർ വർദ്ധിക്കും, ശത്രുക്കൾ കൂടും, ശത്രുത വർദ്ധിക്കും. അതുപോലെ തന്നെ ഇമാം ഷാറാനി തങ്ങൾ പല കാര്യങ്ങൾ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യങ്ങളെല്ലാം ഒത്തൊരുമിച്ച ഒരു മഹാനാണ് മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്. നമ്മളൊക്കെ വളരെ ആദരവോടെ ഉസ്താദിന്റെ ആ വരവ് സുബ്ഹാനല്ലാഹ്, ഈ വെളിഞ്ചയുടെ ചരിത്രം കുറിക്കുന്ന ഒരു സംഭവം. മഹാനായ കാന്തപുരം ഉസ്താദ് തൊട്ടതൊക്കെ പൊന്നാണ്, ഉസ്താദ് ചവിട്ടിയതൊക്കെ സ്വർണ്ണമാണ്. ഈ വെളിഞ്ഞത്തിന് എന്താവോ ഈ പള്ളിയ പരിസരത്തും അത്ഭുതങ്ങളാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. മഹാനായ സുൽത്താനുൽ ഉലമാ ൊന്നും വെറുതെ ആയിട്ടില്ല, വലിയ പരീക്ഷണങ്ങൾ നൽകി ആ പരീക്ഷണങ്ങളെല്ലാം തരണം ചെയ്തൊരു പണ്ഡിതൻ. അല്ലാഹു വലിയ വലിയ പരീക്ഷണങ്ങളെല്ലാം നൽകുമ്പോൾ ആ പരീക്ഷണങ്ങളെ തരണം ചെയ്തുകൊണ്ട് സബർ ചെയ്യുന്ന നേതാവാണോ ആ നേതാവായിരിക്കും അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഇമാമ് എന്ന് ഇമാം ഷാറാനി രേഖപ്പെടുത്തി വെച്ചത് കാണാം. അതല്ലേ മഹാനായ സുൽത്താനുൽ ഉലമാ. ഇന്ന് ലോകത്തിലേക്ക്, കേരളത്തിലേക്കല്ല, കർണാടകത്തിലേക്കല്ല, ഇന്ത്യയിലല്ല, ലോകമൊട്ടാകെ മഹാനവറുകൾ നേതാവാണ്. അമേരിക്കയില്, പാകിസ്ഥാനില്, അതുപോലെ തന്നെ ഇയാൾ കണ്ടില്ലെങ്കിൽ ചെച്ചനയില്, നാളെ വൈകുന്നേരം ഉസ്താദ് ഒമാനില്, ലോകത്തിന്റെ നാനാഭാഗത്തും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന മഹാനായ സുൽത്താനുൽ ഉലമാ. ഈ വെളിഞ്ചയിൽ ഒരുമിച്ച് കൂടിയവരോട് ഞാൻ പറയട്ടെ, ആ സുൽത്താനുൽ ഉലമയ്ക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു ആഫിയത്ത് കൂട്ടിക്കൊടുക്കുമാറാകട്ടെ. വയസ്സ് 77 ഉസ്താദിന്റെ മുഖം കാണുമ്പോൾ വിഷമിക്കുകയാണ്, ഉസ്താദിന്റെ നടത്തം കാണുമ്പോൾ വിഷമിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെയധികം ക്ഷീണിതരാണ് ഉസ്താദവറുകള്. നമ്മൾ ഓരോ സമയത്തും ഉസ്താദവറുകൾക്ക് നിഅമത്ത്, ഉസ്താദിന്റെ ദീർഘായുസ്സിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്തേ പറ്റൂ. കണ്ണ് നഷ്ടപ്പെടുമ്പോഴാണ് കണ്ണിന്റെ പവർ അറിയുന്നത്, കൈ നഷ്ടപ്പെടുമ്പോഴാണ് കൈയിന്റെ പവർ അറിയുന്നത്, കാല് നഷ്ടപ്പെടുമ്പോഴാണ് കാലിന്റെ പവർ അറിയുന്നത്. കാലുള്ള എനിക്ക് എന്റെ കാലിന്റെ ബഹുമാനം അറിയുന്നില്ല, കൈയുള്ള എനിക്ക് കൈയിന്റെ ബഹുമാനം അറിയുന്നില്ല, കണ്ണുള്ള എനിക്ക് കണ്ണിന്റെ ബഹുമാനം അറിയുന്നില്ല. അത് നഷ്ടപ്പെട്ടപ്പോഴാണ് അതിന്റെ ബഹുമാനം അറിയുന്നത്. സുൽത്താനുൽ ഉലമയുടെ ബഹുമാനം നമ്മൾക്ക് ഇപ്പോൾ അറിയുന്നില്ല. ഉസ്താദിനെ കൊണ്ടാണ് അന്തസ്സോടെ, ഇസ്സത്തോടെ, അഭിമാനത്തോടെ ഈ ഭാരതത്തിന്റെ മണ്ണിൽ നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രി സമയങ്ങള് കർണാടകയിലെ ഉടുപ്പിയിൽ നിന്ന്, കുന്താപുരത്ത് നിന്ന്, മംഗലാപുരത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് രാത്രി 1 മണിക്കും 2 മണിക്കും വാലും കഴിഞ്ഞിട്ട് പാവപ്പെട്ട ഞാനിങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായ എത്രയോ അനുഭവങ്ങളുണ്ട്. പല ഭാഗത്തും പോലീസുകാർ കൈ ഇങ്ങോട്ട് നാട്ടും, ആ കൈ കാട്ടിയിട്ട് കാറിന്റെ ചില്ലങ്ങ് തുറക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ SSFകാരനാണോ, നിങ്ങൾ കാന്തപുരത്തിന്റെ ആളാണോ, പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. എന്തിനേറെ പറയണം, 2-3 വർഷങ്ങൾക്ക് മുമ്പ് കല്ലടുക്കയിൽ വലിയൊരു അമുസ്ലിമികളെ ഉത്സവം നടക്കുകയാണ്. എല്ലാവരും പേടിക്കുന്ന ഒരു സമയമാണ്. അന്ന് ഞാനത് മംഗലാപുരത്ത് നിന്ന് വാല് കഴിഞ്ഞിട്ട് വരുമ്പോ എന്നെ പലവരും ചുവന്ന തുണി കൊടുത്തവർ തടഞ്ഞു നിർത്തി. ഞാൻ വണ്ടിനകത്ത് ഇങ്ങനെ ചാരിക്കിടക്കുകയാണ്. അപ്പോഴാണ് ഇവരെന്നോട് പറയുന്നത്, അത് കാന്തപുരം കുറുക്കളെ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പോകാൻ വേണ്ടി പറയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്,
പറയുന്നത് അന്തസ്സോടെ അഭിമാനത്തോടെ പാതിരാ സമയത്ത് പോലും വഴിയായിലൂടെ യാത്ര ചെയ്യുന്നത് അതിനെല്ലാം കാരണക്കാര് മഹാനായ കാന്തപുരം ഉസ്താദ് അവർകളാണ്. ഇവിടെ ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിക്കാൻ നമുക്ക് പഠിപ്പിച്ചത് മഹാനായ കാന്തപുരം ഉസ്താദ് അവർകളാണ്. അല്ലാഹുവേ അവിടത്തേക്ക് ആയുസ് നീട്ടിക്കൊടുക്കണം റഹ്മാനെ, അവിടത്തേക്ക് ദീർഘായുസ് നൽകണം റഹ്മാനെ. ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം പറയുന്നു, അല്ലാഹുവിന്റെ ഭൂമി ലോകത്ത് ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി 2000-ലധികം വരുന്ന പള്ളി നിർമ്മിച്ചൊരു പണ്ഡിതന്റെ ചരിത്രം പരിശോധിക്കുമ്പോ അത് കാന്തപുരം ഉസ്താദിനെ അല്ലാതെ ഒരു ചരിത്രം കാണുന്നില്ല. 2400-ലധികം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി കാശ്മീരിലടക്കം മഹാനായ കാന്തപുരം ഉസ്താദിന്റെ പള്ളികൾ എത്രയാണ്. മഹാന്മാരുടെ ചരിത്രം, ഔലിയാക്കന്മാരുടെ ആരിഫ്യങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോ ഇത്രയും പള്ളി നിർമ്മിച്ചൊരു മഹാന്റെ ചരിത്രം എവിടെയും കിതാബിൽ കാണാൻ കഴിയുന്നില്ല. ഇനി കണ്ടവരുണ്ടെങ്കിൽ ഞാനത് സ്വീകരിക്കാൻ തയ്യാറും കൂടിയാണ്. ഈ ഒരു സംഭവം മഹാനായ കാന്തപുരം ഉസ്താദിനെ ഇരുത്തിയിട്ട് ചിലങ്കോട് മക്കാമിന്റെ ഉറൂസ് നടക്കുമ്പോ ഇത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉസ്താദിനെ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഉസ്താദിന്റെ ഒരു പ്രത്യേകത ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്രയും പള്ളി നിർമ്മിച്ചൊരു മഹാനെ കാണുന്നില്ല. ഉസ്താദ് പുഞ്ചിരിക്കുന്നുണ്ട്. ഉസ്താദിന് അവസാനം കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഉസ്താദെ തെറ്റായിപ്പോയെങ്കിലും പൊരുത്തപ്പെടണം. അപ്പോഴാണ് ഉസ്താദ് പറയുന്നത്, ഈ കാസർഗോഡ് മാത്രം വാല് പറഞ്ഞാൽ പോരാ, നമ്മൾ അങ്ങോട്ട് വടക്കോട്ട് തെക്കോട്ട് വാലിന് പറഞ്ഞു കേട്ടോ. ഏതായാലും പറഞ്ഞത് സന്തോഷമാണെന്ന് ഉറപ്പായി. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഉസ്താദിന്റെ നിറജ കൂടാൻ, ഉസ്താദിന്റെ പവർ കൂടാൻ ഈ 2400-ലധികം വരുന്ന പള്ളി, ഒരു പള്ളിയില് ഒരു ളുഹറിന്റെ ഒരു ഇമാമും ഒരു മഅ്മൂമും മാത്രമാണെങ്കിൽ തന്നെ ഒരൊറ്റ ഒരു ദിവസത്തിന്റെ ളുഹറിന് 5000-ആണ്, അസറിന്റെ 5000-ആണ്, മഗ്രിബിന് 5000-ആണ്. ഇത്രയും വലിയ 5000 ജനങ്ങൾ ഒരു ഇമാമും ഒരു മഅ്മൂമും ഉസ്താദ് നിർമ്മിച്ച പള്ളിയിൽ സുജൂദ് ചെയ്യുമ്പോ ഒരു ദിവസത്തെ ളുഹറിൽ 5000 ആൾക്കാരെ നിസ്കാരത്തിന്റെ പുണ്യമാണ് മഹാനായ കാന്തപുരം ഉസ്താദിന് കിട്ടുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉസ്താദ് നിർമ്മിച്ച പള്ളികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണല്ലോ മംഗലാപുരത്തെ പമ്പയിലെ മസ്ജിദുൽ തഖ്വ. നിങ്ങളൊരു വെള്ളിയാഴ്ച അവിടത്തേക്ക് ജുമുഅയ്ക്ക് പോയാൽ ഓരോ വെള്ളിയാഴ്ചയും 5000-ലധികം വരുന്ന ആൾക്കാരാണ് ജുമുഅയ്ക്ക് പങ്കെടുക്കുന്നത്. ഇതിന്റെ എല്ലാം പുണ്യം മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കരങ്ങളിലേക്കല്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ പള്ളിയുടെ പുണ്യങ്ങള്, 10,000-കണക്കിന് യതീമക്കളുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ 5000-ലധികം വരുന്ന സഖാഫി പണ്ഡിതന്മാര് അവര് ലോകത്തിന്റെ നാനാഭാഗത്ത് പോയി സേവനം ചെയ്യുമ്പോ അതിനെല്ലാം ഒരു പുണ്യം മഹാനായ കാന്തപുരം ഉസ്താദിന്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെ കാന്തപുരം ഉസ്താദ് നാളേക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സേവനങ്ങൾ എത്രയാണ് നിങ്ങൾ അറിയുമോ? ആരെന്ത് കല്ലെറിഞ്ഞാലും ഒരു മാങ്ങമരത്തിന്റെ സ്വഭാവമല്ലേ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ സ്വഭാവം. ആ പൊഴുത്ത മാങ്ങക്ക് കല്ലെറിയുമ്പോ ആ മാമരം നല്ല പൊഴുത്ത മാങ്ങയല്ലേ തിരിച്ചു കൊടുക്കുന്നത്. ഇതുപോലെയാണ് കാന്തപുരം ഉസ്താദ്. ആരെന്ത് പറഞ്ഞാലും പുഞ്ചിരിയോടെ ഈ പ്രസ്ഥാനത്തിന് വളർച്ച നൽകിയ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർകള്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നേതാവിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. അത് നമ്മുടെ കടമയാണ്. ഉസ്താദിന്റെ മഹത്വം ഇപ്പോൾ നമ്മൾക്കറിയില്ല. ഈ കേരളക്കാരാകുന്ന നമുക്ക് കേരളക്കാരായ ഉസ്താദിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ പോയാലാണ് ഉസ്താദിന്റെ മഹത്വം മനസ്സിലാകുന്നത്. യുഎഇയിലും ഖത്തറിലും ബഹ്റൈനിലും ഒമാനിലും അടക്കമുള്ള സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങള് ചെറിയ അറബി കുട്ടികൾ പോലും മഹാനായ സുൽത്താനുവിന്റെ പേര് പറയുമ്പോ ഞാൻ ഓർക്കുകയാണ്, ദുബായിലെ ഷെയ്ഖ് സായിദിന്റെ ഖബറിനടുക്ക് 12 കൊല്ലത്തോളമായി ഇന്നും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസങ്ങളിലായി ആ ഖുർആൻ ഓതുന്ന ഷെയ്ഖ് സായിദിന്റെ ഖബറിനടുത്തേക്ക് സിയാറത്തിന് പോയപ്പോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന അറബി കുട്ടി അലാ പുറത്തിറങ്ങുകയാണ്, ഞങ്ങളോട് സംസാരിക്കുകയാണ്. ഈ കുട്ടി സലാം പറഞ്ഞിട്ട് ചോദിക്കുന്നു, ഷെയ്ഖ് അബൂബക്കറിന്റെ പരിചയമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞപ്പോ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ചെറിയ കുട്ടി 12-13 വയസ്സാകുന്ന അറബി കുട്ടി മഹാനായ സുൽത്താനുവിന്റെ പേരും പറഞ്ഞിട്ട് സന്തോഷിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. എനിക്ക് കാന്തപുരത്തിന് അറിയാം, ഈ കുട്ടിയുടെ സന്തോഷത്തിന് പരിധിയില്ല. ഞാനെന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അറബികൾക്ക് കാന്തപുരം ഉസ്താദിനെ കുറിച്ച് വല്ലാത്ത സന്തോഷമാണ്. ഈ അടുത്തായി സയ്യിദിന്റെ പ്രചരണത്തിന് വേണ്ടി ബഹ്റൈനിൽ പോയപ്പോ ആ ബഹ്റൈനിൽ ജംഇയ്യത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന പണ്ഡിത സഭ, ആ പണ്ഡിത സഭയിലെ 40ഓളം വരുന്ന മുഷാവറ പണ്ഡിതന്മാര്, ആ പണ്ഡിതന്മാർ ഒരു യോഗത്തിന് സയ്യിദിന്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ പോയിരുന്നു. അവരെല്ലാം
മഹാനായ സുൽത്താനുമന്റെ പേരും പറഞ്ഞിട്ട് ഒരറബി ഷെയ്ഖ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു അറബി മഹാനായ സുൽത്താനുമന്റെ കാന്തപുര ഉസ്താദിന്റെ പേര് മറ്റൊരു അറബി സംസാരിക്കുമ്പോ അവിടുത്തെ ജംഇയ്യത്തുൽ ഇസ്ലാമിന്റെ ജനറൽ സെക്രട്ടറിയായ ഷെയ്ഖ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ സുൽത്താനുമന്റെ പേര് കേൾക്കുമ്പോ ഇരിക്കുന്ന കസാരയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ആ സുൽത്താനുലമയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സുൽത്താനുലമയെ മനസ്സിലായിട്ടില്ല. അറബ് രാജ്യങ്ങളോട് ഒരു ഉസ്താദിനെ കൊണ്ട് സന്തോഷിക്കുകയാണ്. അല്ലാഹുവേ, പാവപ്പെട്ട ഞങ്ങൾക്ക് പറയാനുള്ളത് ആ നേതാവിന് ആഫിയത്ത് കൊടുക്കണം റഹ്മാനേ, ആ നേതാവിന് ആരോഗ്യം കൊടുക്കണേ റഹ്മാനേ, ആയുസ് നീട്ടിക്കൊടുക്കണേ അല്ലാഹ്. പാവപ്പെട്ട എസ്വിഎസിന്റെ എസ്എസ്എഫിന്റെ പ്രവർത്തകര് ഞങ്ങളൊക്കെയും അശീഖുനാന്റെ പിന്നാലെ പോകുന്നത്, സുൽത്താനുലമന്റെ ബാക്കിൽ ഓടുന്നത്, അതുപോലെ താജുലുലമയുടെ പിന്നാലെ അണിനിരന്നത് ഞങ്ങൾക്ക് ആഗ്രഹം ഒന്ന് മാത്രമാണ്. നാളെ താജുലുലമാന്റെ പിന്നാലെ, സുൽത്താനുലമാന്റെ പിന്നാലെ, നൂറുൽ ഉലമയുടെ പിന്നാലെ, ഫസോട്ട് തങ്ങളുടെ പിന്നാലെ, താഹിറുൽ അഹ്ദൽ തങ്ങളുടെ പിന്നാലെ, അവരൊക്കെ മുത്തുനബിന്റെ പിന്നാലെ സ്വർഗ്ഗത്തിൽ പോകുമ്പോ നമ്മുടെ ആലിമികളെ പിന്നാലെ നമുക്ക് സ്വർഗ്ഗത്തിന് പോകണം. ഈ ഒരു ലക്ഷ്യമല്ലാതെ നമുക്ക് വേറെ ലക്ഷ്യമില്ല. ഇവിടെ വേറെ ഒരു കാര്യലാഭത്തിന് വേണ്ടി, ഭൗതിക താല്പര്യത്തിന് വേണ്ടി അല്ല ഈ എസ്എസ്എഫുകാർ, എസ്വൈഎസുകാർ, കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകര് നമ്മുടെ ആലിമികളെ പിന്നാലെ ഓടി നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആലിമികളെ പിന്നാലെ നമുക്ക് നാളെ സ്വർഗ്ഗത്തിന് കടക്കാൻ കഴിയണം. അല്ലാഹുവേ, നീ അതിന്റെ തൗഫീഖ് നൽകണം റഹ്മാനേ, നീ അതിന്റെ തൗഫീഖ് നൽകണം റഹ്മാനേ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, അതിനുവേണ്ടി എന്ത് ചെയ്യണം? ആലിമീങ്ങളോട് കലക്ഷൻ വേണം, ആലിമീങ്ങളോട് ബന്ധം വേണം. ആ ബന്ധം എങ്ങനെ? അതും ഇമാം ഗസാലി തങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, നിനക്കൊരു ആലിമിന്റെ പരിചയം കിട്ടലല്ല, നിനക്കൊരു സയ്യിദിന്റെ പരിചയം കിട്ടലല്ല, നിനക്കൊരു ആരിഫിന്റെ പരിചയം കിട്ടലല്ല. ആ ആരിഫിനിക്ക്, ആ പണ്ഡിതനിക്ക്, ആ സയ്യിദിനിക്ക് നിന്നെ ഇങ്ങോട്ട് പരിചയം കിട്ടണം. ആ നിനക്കിനെ അങ്ങോട്ട് ബന്ധം പുലർത്തണം. അത് ആഖിറത്തിലേക്ക് ഫലം ചെയ്യുന്നതാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് ഇന്ന്. മഹാനായ സുൽത്താനുലമ ഇപ്പോൾ തൊട്ടടുത്ത് മുക്കൂറുൽ മദ്രസയിൽ ഉസ്താദ് അവിടെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോ പാവപ്പെട്ട ഞാൻ അങ്ങോട്ട് പോയി കൈപിടിച്ചപ്പോ, ആ സൈദി എന്താ വൈകിപ്പോയോ? ഏതായാലും ഉസ്താദിന് പരിചയമുണ്ടെന്ന് ഉറപ്പായി. ഞാൻ സലാമത്തായി പോയി. ഉസ്താദ് ഒരിക്കലും കൈവിടൂല എന്ന കാര്യം ഉറപ്പാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിലക്ക് ആലിമീങ്ങളോട് ബന്ധം പുലർത്തണം. ഇങ്ങോട്ട് ആലിമീങ്ങൾക്ക് അങ്ങോട്ട് പരിചയം കിട്ടണം. നമുക്ക് എവിടെയോ സ്റ്റേജിൽ കണ്ട പരിചയം മാത്രം ഉണ്ടായാൽ പോരാ. ആ ആലിമീങ്ങൾ പരിചയത്തിന്റെ പേരിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അവർ നമ്മളെ കൈമാടിക്കൊണ്ട് വിളിക്കണം. ആ നിലക്കുള്ളൊരു ബന്ധം നമുക്കുണ്ടാകണം. അല്ലാഹുവേ, നമ്മുടെ ആലിമീങ്ങളെ ശഫാഅത്തിന് നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനേ. നമ്മുടെ ആലിമീങ്ങളെ പിന്നാലെ സ്വർഗ്ഗത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമികളായി ജീവിച്ച് മരിക്കാൻ ഈ അവസരം നൽകണേ അല്ലാഹ്. എസ്വൈഎസിന്റെ, എസ്എസ്എഫിന്റെ, കേരള മുസ്ലിം ജമാഅത്തിന്റെ, എസ്ബിഎസിന്റെ പ്രവർത്തകർക്ക് നീ ഖൈറും സന്തോഷം നൽകണേ റഹ്മാനേ. ഈ പള്ളിക്ക് വേണ്ടി സഹകരിച്ച, സഹായിച്ച, പ്രവർത്തിച്ച, അധ്വാനിച്ച എല്ലാവർക്കും നീ ഖൈറും സന്തോഷം നൽകണേ റഹ്മാനേ. പരിസരത്ത് നിരവധി മുഅ്മിനീങ്ങൾ, പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ പള്ളിക്ക് വേണ്ടി പല നിലക്കും സഹകരിച്ചവര് എല്ലാവർക്കും ഈ ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷം നൽകണേ റഹ്മാനേ. നിരവധി ആൾക്കാർ രോഗികളാണ്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, ക്യാൻസറും ട്യൂമറും പിടിപ്പെട്ടവരുണ്ട്, ആറ്റിന് ബ്ലോക്കുള്ളവരുണ്ട്, കിഡ്നി ഫെയിൽഡായി ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, ഷുഗറും പ്രഷറും കൂടി കിടപ്പിലായവരുണ്ട്. നീ പൂർണ്ണമായ ആഫിയത്ത് നൽകണം റഹ്മാനേ. നീ ആരോഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ മൗത്തായി പോയവരെ ദറജ നീ അവരെ ഖബർ വിശാലമാക്കണം റഹ്മാനേ. നീ ഖബറിന്റെ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. നമ്മുടെ ആലിമീങ്ങൾ, മഹാനായ നൂറുൽ ഉലമ, താജുൽ ഉലമ, പൊസോട്ട് തങ്ങൾ ഉസ്താദ്, താഹിറുൽ അഹ്ദൽ തങ്ങൾ, ആലമ്പാട് ഉസ്താദ്, മഞ്ഞനാട് ഉസ്താദ്, ഇസുദ്ദീൻ സഫാവി ഉസ്താദ് അടക്കമുള്ള ഞങ്ങളുടെ നേതാക്കളും പണ്ഡിതന്മാരും നീ അവരെ ഖബറൊക്കെ സന്തോഷത്തിലാക്കി അവരെ ദറജ നീ വർദ്ധിപ്പിക്കണം റഹ്മാനേ. അവസാനം പാവപ്പെട്ട ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യമക്കള്, കുടുംബക്കാര്, സ്നേഹിതന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളോട് സഹകരിക്കുന്നവര്, നമ്മെ സ്നേഹിക്കുന്നവര്, നാം സ്നേഹിക്കുന്നവര്, നമ്മോട് കൊണ്ട് വസിയത്ത് ചെയ്തവര് എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കണം റഹ്മാനേ. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന്, ദുരന്ത മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണം അല്ലാഹ്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉബൈദ് മാഷ്, അല്ലാഹുവേ ഖബർ വിശാലമാക്കണം റഹ്മാനേ.
ആ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവിടുത്തെ കുടുംബത്തിന്റെ ഭാര്യയ്ക്ക് നീ സന്തോഷം നൽകണേ റഹ്മാനേ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. ആഫിയത്തോടെ ആയുസ് നീട്ടിത്തന്നു അവസാനം ഒരു സമയം അത് നല്ലൊരു സമയത്ത് നല്ലൊരു സ്ഥലത്താക്കണം റഹ്മാനേ. ഖബറിന്റെ അദാബിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഹിസാബ് എളുപ്പമാക്കണം റഹ്മാനേ. ഹൗദുൽ കൗസർ നൽകണേ അല്ലാഹ്. മുത്തനബിന്റെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.